ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ആളുകളെ ഭീതിയിലാക്കിയ കടുവയെ 3 തവണ മയക്കുവെടി വെച്ച് പിടികൂടിയിരിക്കുകയാണ്. കടുവയെ ഇപ്പോൾ തേക്കടിയിലെ ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ട്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ മയക്കുവെടി വെച്ചതിന് ശേഷം കടുവയെ കൂട്ടിലാക്കി ചികിത്സാ കേന്ദ്രത്തിലേക്ക് വനംവകുപ്പ് സംഘാംഗങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്. വിജയകരമായി ഇന്നത്തെ ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ട്. കടുവയുടെ മുറിവ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. പക്ഷേ അവശ നിലയിലാണ് കടുവ എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രാഥമികമായ ചികിത്സ നൽകി കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യണം, ഉൾക്കാട്ടിൽ തുറന്നു വിടണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. ഈ പ്രദേശത്ത് ഗ്രാമ്പിയിലും അരണക്കല്ലിലും ഇറങ്ങിയ കടുവയാണ് വനം വകുപ്പ് സംഘം മയക്കുവെടി വെച്ച് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം തോട്ടം തൊഴിലാളിയുടെ പശുവിനെയും നായയെയും കടുവ കൊന്നിരുന്നു. ഇന്നിപ്പോൾ രാവിലെയാണ് മയക്കുവെടി വെച്ചിരിക്കുന്നത്. മയക്കുവെടി വെച്ച കടുവയെ തേക്കടിയിൽ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ എത്തിച്ച് ചികിത്സ നൽകിയതിനു ശേഷം ഈ കടുവയെ എപ്പോൾ കാട്ടിൽ തുറന്നുവിടാൻ പറ്റും, അല്ലെങ്കിൽ തുറന്നുവിടാൻ പറ്റുമോ, കൂടുതൽ ചികിത്സയും സംരക്ഷണമോ ആവശ്യമാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തേക്കടിയിൽ എത്തിയ ശേഷമായിരിക്കും വനംവകുപ്പ് സംഘം തീരുമാനിക്കുക. ഏതായാലും ആ പ്രദേശത്തെ നാട്ടുകാർക്ക് വലിയ ആശ്വാസമായ ഒരു നടപടിയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജനവാസ മേഖലയിൽ ആണ് ഈ കടുവ. ഇപ്പൊ ഇന്നലെ രാത്രി പോലും ധാരണക്കല്ലിൽ വളർത്തു മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു, കടിച്ചു കൊല്ലുന്നു. അപ്പം വലിയ ആശങ്കയിലായിരുന്നു. വീട്ടിൽ പോലും രാത്രി പോലും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു ഗ്രാമ്പിയിലെയും അരണക്കല്ലിലെയും ഒക്കെ ആളുകൾ. അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസത്തിന്റെ വാർത്തയാണ് ഇന്നിപ്പോൾ ഈ പകൽ വരുന്നത്. കടുവയെ, ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ, അവരുടെ ജീവനും ജീവിതത്തിനും ജീവനോപാധിക്കും ഒക്കെ ഭീഷണിയായി നിലകൊണ്ടിരുന്ന കടുവയെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. അവിടെ നിന്ന് മാറ്റുകയാണ് വനംവകുപ്പ് സംഘം. വളരെ സാഹസികമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ വനംവകുപ്പ് വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ജനവാസ മേഖലയിലും ഈ തോട്ടം മേഖലയിലും ഒക്കെ കടുവ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു. ഇന്നലെ ഒരു തവണ മയക്കുവെടി വെക്കാൻ പരിശ്രമിച്ചുവെങ്കിലും ആ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ജെയിൻ എസ് രാജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയിൻ, എവിടെയാണ് ഇപ്പോൾ നിങ്ങളുള്ളത്? ആര്യ, ഞങ്ങളിപ്പോൾ വണ്ടിപ്പെരിയാറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏതാണ്ട് 20 മിനിറ്റെങ്കിലും എടുക്കും തേക്കടിയിൽ എത്താൻ. ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു പുതിയ വിവരം ഈ കടുവ സംഘത്തിൽപ്പെട്ട ഒരാളെ ആക്രമിച്ചു എന്നുള്ളതാണ്. ഈ വെറ്റിനറി ഓഫീസറുടെ കൂടെ ഉണ്ടായിരുന്ന മനു എന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥനെയാണ് ആക്രമിച്ചത്. പക്ഷേ ഇദ്ദേഹം സുരക്ഷാ മുൻകരുതൽ സ്വീകരിച്ചിരുന്നു. ആദ്യം കടുവ ആക്രമിച്ചപ്പോൾ ഷീൽഡ് വെച്ചാണ് തടഞ്ഞത്. അതിനുശേഷം വീണ്ടും കടുവയുടെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായി. ഈ സമയത്ത് ഹെൽമെറ്റിൽ കടുവയുടെ അടിയേറ്റു എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിവരം. അതിനെ തുടർന്ന് ഹെൽമെറ്റ് തെറിച്ചുപോയി. മൂന്നാമതും കടുവ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ആണ് ഫയർ ചെയ്തത് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിവരം. കടുവയുടെ ആരോഗ്യം സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായി ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്നത്. കടുവ ഡെത്ത് ആയിട്ടുണ്ടോ എന്നൊക്കെ ഉറപ്പിക്കണമെങ്കിൽ ഇതിനെ തേക്കടിയിൽ എത്തിച്ച് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയാൽ മാത്രമേ അത്തരം കാര്യങ്ങൾ പറയാൻ കഴിയൂ. എന്തായാലും കടുവയെ മയക്കുവെടി വെച്ചിട്ടുണ്ട്. മയക്കുവെടി വെക്കുന്ന സമയത്ത് ആ ദൗത്യം നേരിട്ട വെല്ലുവിളിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ കടുവ വളരെ അവശനാണെങ്കിലും ഈ സംഘത്തിന് നേരെ ആക്രമണം നടത്താൻ ശ്രമിച്ചു. 3 തവണയാണ് ആക്രമണം നടത്തിയത്. മനു എന്ന സ്റ്റാഫിന് നേരെയായിരുന്നു ആക്രമണം. വെറ്റിനറി ഡോക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന വനംവകുപ്പ് ജീവനക്കാരനാണ്. ഇദ്ദേഹം തലനാരിഴച്ചാണ് വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം രണ്ടാമത്തെ അടിയിൽ ഇയാളുടെ ഹെൽമെറ്റ് തെറിച്ചു പോയിരുന്നു. മൂന്നാമതൊരു ആക്രമണം കൂടി ഉണ്ടായാൽ അദ്ദേഹത്തിന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. പക്ഷേ തലനാരിഴയ്ക്ക് ആ അപകടം ഒഴിവായി. ആ സമയത്താണ് ഫയർ ചെയ്തത് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിവരം. ശരി, ജെയിൻ എസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ നേരത്തെ പ്രേക്ഷകരുമായി പറഞ്ഞിരുന്നു, ഇത് വളരെ സാഹസികമായാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയത്. ഇപ്പോൾ അതിന്റെ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. വനംവകുപ്പ് ജീവനക്കാരന് കടുവയുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ആദ്യം കടുവ ആക്രമിച്ചപ്പോൾ ഷീൽഡ് വെച്ച് തടഞ്ഞു. രണ്ടാമത്തെ ആക്രമണത്തിൽ കടുവ ചാടാൻ ശ്രമിച്ചപ്പോൾ ഹെൽമെറ്റ് തെറിച്ചുപോയി. എന്നാലും കടുവയെ പിടികൂടിയിട്ടുണ്ട്. ഈ വെറ്റിനറി ഡോക്ടറുടെ സഹായിയായി കൂടെയുള്ള മനു എന്ന വനംവകുപ്പ് ജീവനക്കാരനാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. കടുവയെ ഇപ്പോൾ വണ്ടിപ്പെരിയാറിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് തേക്കടിയിലേക്ക് കൊണ്ടുപോകും. ഈ മയക്കുവെടി ഏറ്റ കടുവയ്ക്ക് അതിന് ഈ മയക്കുവെടിയിലെ മരുന്നിന്റെ ഇഫക്റ്റ് എത്രത്തോളം ഉണ്ടാകും, അത് കടുവയെ എത്രത്തോളം നേരത്തെ തന്നെ അവശനാണെങ്കിൽ ഇനി കൂടുതൽ അവശനാക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്, നിരീക്ഷണത്തിൽ വെക്കേണ്ടതുണ്ട്. കടുവയെ തേക്കടിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിരീക്ഷണത്തിൽ വെച്ച് വേണ്ട ചികിത്സ വേണമെങ്കിൽ അതെല്ലാം നടത്തിയതിനു ശേഷമായിരിക്കും ഇനി കടുവ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക. എന്തായാലും ആ പരിസരത്തുള്ള അരണക്കല്ലേയും സാമ്പിക്കല്ലേയും ഒക്കെ നാട്ടുകാർക്ക് ആശ്വസിക്കാം എന്നുള്ള ഒരു, ഗ്രാമ്പിയിലും ഒക്കെ ഉള്ള നാട്ടുകാർക്ക് ആശ്വസിക്കാം. അവരുടെ വളർത്തുമൃഗങ്ങളെ കഴിഞ്ഞ ദിവസവും പശുവിനെയും നായയും ഒക്കെ കടുവ കൊന്നിരുന്നു, ഇരപിടിച്ചിരുന്നു. അത് ഇനി അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഈ ഒരു കടുവയെ കൊണ്ടുണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഈ പരിസരത്തുള്ള ജനങ്ങൾക്ക് ആശ്വസിക്കാം.
തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഒരുപക്ഷെ വേട്ടയാടാൻ ഇരയെ തേടാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് അത്രയും അവശനായതുകൊണ്ടാണ് കടുവ കൂട്ടിലോട്ട് ഓടി രക്ഷപ്പെടാൻ സാധിക്കാത്ത വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചത്. അപ്പോൾ അത്രയും അവശ നിലയിലാണ് ആ കടുവ എന്നാണ് പ്രാഥമികമായി നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ നോക്കൂ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത്രയും അവശ നിലയിലാണ്, ആഴത്തിൽ മുറിവുണ്ടെന്നൊക്കെ പറയുമ്പോഴും പിടികൂടാൻ ശ്രമിച്ച വനംവകുപ്പ് ജീവനക്കാർക്ക് നേരെ 3 തവണയാണ് ആ കടുവ ആക്രമിക്കാൻ ശ്രമിച്ചത്. വളരെ പ്രയാസപ്പെട്ട് വളരെ സാഹസികമായാണ് കടുവയെ പിടികൂടിയത്. കടുവയെ തേക്കടിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ കൊണ്ടുപോകുന്ന വഴിയിലാണ്